ഒന്ന് പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളു. ജീവവചനത്തിന്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. മനസ്സുറപ്പിച്ച് ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കണം എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കുടുംബപ്രഭുക്കളെ, മനസ്സ് എന്ന് പറയുന്ന സ്ഥലം ശക്തമായ ഒരു പോരാട്ടക്കളമാണ്. ഒരുവന്റെ ക്രിസ്തീയ ജീവിത വിജയം നടക്കുന്നത് അവന്റെ മനസ്സിനെ അടക്കി നിർത്തുന്നതിലും മനസ്സിനെ ഉറപ്പിച്ച് നിർത്തുന്നതിലുമാണ്. ശത്രുവിന്റെ പോരാട്ട മേഖലകളിൽ വളരെ പ്രധാനപ്പെട്ടത് നമ്മുടെ മനസ്സെന്ന സ്ഥലമാണ്. ആത്മീയ പോരാട്ടത്തിൽ മനസ്സിന്റെ മണ്ഡലം വളരെ പ്രാധാന്യമർഹിക്കുന്നു. ആത്മീയ യുദ്ധത്തിന്റെ ജയവും തോൽവിയും തീരുമാനിക്കപ്പെടുന്നത് യുദ്ധക്കളത്തിലാണ്. ദൈവപൈതലിന്റെ ആത്മീയ പോരാട്ടക്കളമായ മനസ്സിൽ ശത്രു വ്യത്യസ്ത നിലയിലുള്ള കോട്ടകൾ കെട്ടിപ്പോക്കാറുണ്ട്. പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ദൈവമക്കൾ അത് സമ്മതിക്കാറുമുണ്ട്. ശത്രു മനസ്സിൽ അവന്റെ മറവിടത്തിനായി കെട്ടിപ്പൊക്കുന്ന കോട്ടകൾ നിമിത്തം ദൈവമക്കൾ അവരുടെ ആത്മീയ യുദ്ധത്തിൽ തോൽവിയടയുകയാണ് പതിവ്. അവിടെ ജയിച്ചു മുന്നേറണമെങ്കിൽ അവയെ ഇടിച്ചു കളവാൻ നമുക്ക് കഴിയണം. ഒരു ദൈവപൈതൽ എന്നും തൻ്റെ ജീവിതത്തിൽ ആത്മീയ പോരാട്ടം കഴിക്കേണ്ടതായിട്ടുണ്ട് എന്ന് തിരിച്ചറിയുന്നവനായിരിക്കണം ഒരു ഉത്തമ വിശ്വാസി. ഈ പോരാട്ടത്തിൽ നാം നേരിടുന്ന കോട്ടകളെ ഇടിച്ചു കളയുവാൻ കഴിയുന്നവനായി, അവൻ്റെ ജീവിതത്തിൽ വിജയിച്ചവനായി മുന്നേറുവാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായം ചോദിക്കുക. ആത്മീയ പോരാട്ടത്തിൽ ജയിച്ചെങ്കിലേ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊണ്ട് കാത്തിരിക്കുവാൻ കഴിയുകയുള്ളൂ. ഈ പോർക്കളത്തിൽ ദൈവമക്കൾ നേരിടുന്ന കോട്ടകളെ ഇടിച്ചു കളയുവാൻ ദൈവം നമുക്ക് ശക്തമായ ആയുധം നൽകിയിട്ടുണ്ട്. അവ ജഡീയ ആയുധങ്ങളല്ല, ആത്മീയ ആയുധങ്ങളാണ്. അവ ജീവിതത്തിൽ ഏറ്റെടുത്ത് ഉപയോഗിക്കുന്നവരാണ് ഒരു യഥാർത്ഥ പോരാളി. അവ ഉപയോഗിച്ച് സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളും ഇടിച്ചു കളഞ്ഞു ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് നാം പിടിച്ചടക്കണം. പ്രിയരെ, ഏതൊക്കെയാണ് ദൈവപൈതലിന്റെ മനസ്സെന്ന പോരാട്ടക്കളത്തിൽ ശത്രു കെട്ടിപ്പൊക്കുന്ന കോട്ടകൾ? എന്താണ് ഈ കോട്ടകൾ എന്നുള്ളത്? നമ്മുടെ ശരീരത്തിലും മനസ്സിലും പിശാച് സ്ഥാപിച്ചിട്ടുള്ള അവന്റെ സുരക്ഷിത സ്ഥാനങ്ങളെയാണ് ഈ കോട്ടകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. മിക്ക വിശ്വാസികളിലും ഈ കോട്ടകൾ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. ഇതിനെ തിരിച്ചറിയുകയും ദൈവകൃപയിൽ ആശ്രയിച്ച് ഇടിച്ചു കളയുകയും ചെയ്തില്ലെങ്കിൽ ശത്രുവിൻ്റെ അടിമകളായി നാം മാറ്റപ്പെടും. നിർഭാഗ്യവശാൽ ഇന്ന് പല വിശ്വാസികളും ശത്രുവിന് അടിമകളാക്കപ്പെട്ടിരിക്കുന്നു. പലരും ഭയത്തിനും സംശയത്തിനും ദുരുപദേശങ്ങൾക്കും പിന്മാറ്റത്തിനും ഒക്കെ അടിമകളാണ്. യേശുക്രിസ്തുവിന്റെ പരമയാഗത്തിൽ വിശ്വാസം അർപ്പിച്ച് കാൽവറി രക്തത്താൽ കഴുകപ്പെട്ട് യേശുവിൻ്റെ നാമത്തിൻ്റെ അധികാരത്തിൽ ഒരിക്കൽ സ്വതന്ത്രരാക്കപ്പെട്ടവർ വീണ്ടും പിശാചിന്റെ അടിമത്തത്തിലേക്ക് നയിക്കപ്പെടുന്നത് ആത്മീയ അധപ്പതനാവസ്ഥയാണ് എന്ന് തിരിച്ചറിയുക. ആത്മീയ പോരാട്ടത്തിന്റെ പരാജയമാണത്. ആകയാൽ പ്രിയരെ, ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചാൽ ശത്രുവിന്റെ അടിമത്തത്തിൽ ആക്കപ്പെടുകയില്ല. എല്ലാ വിശ്വാസികളും ദൈവത്തിന്റെ സർവായുധവർഗം ഏറ്റെടുക്കുവാനും അതറിഞ്ഞുകൊണ്ട് അതണിഞ്ഞുകൊണ്ട് അദൃശ്യമണ്ഡലത്തിലെ ആത്മീയ പോരാട്ടത്തിൽ വിജയം കൈവരിക്കുന്നവരുമായി തീരണം. നമ്മുടെ പ്രതിയോഗിയായ സാത്താൻ നമ്മുടെ മനസ്സിലാണ് ഈ കോട്ടകളെല്ലാം കെട്ടിപ്പൊക്കുന്നത്. എല്ലാവിധ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിനെതിരായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളും ശത്രുവിൻ്റെ കോട്ടകളാണ്. സ്വന്തം മനസ്സിൻ്റെ മേൽ നിയന്ത്രണമുള്ള ഒരുവൻ തൻ്റെ ആത്മീയ ജീവിതത്തിൽ
വിജയം കൈവരിക്കാൻ കഴിയും. ശത്രു മനസ്സിൽ ഒരു സങ്കല്പങ്ങളും കൊണ്ടിടാൻ നമ്മ അനുവദിച്ചുകൂടാ. മനസ്സിൽ ഉയർത്തപ്പെടുന്ന എല്ലാ ദോഷപരമായ ഉയർച്ചകളെയും എതിർത്തു തോൽപ്പിക്കുക. ശത്രു നമ്മോട് പറയുന്ന എല്ലാ കള്ളങ്ങളും തെറ്റായ വിവരങ്ങളും നമ്മുടെ ഉള്ളിൽ നാം സ്ഥാപിക്കരുത്. നാം അവയെ അനുവദിച്ചാൽ അവ നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും മനസ്സിൽ ഒരു കോട്ട കെട്ടുന്നതിന് നാം അനുവദിക്കുന്നതുമായി തീരുമത്. നമ്മുടെ മനസ്സിൻ്റെ ഏകാഗ്രതയും നിർമ്മലതയും നമുക്ക് നഷ്ടമാകുകയും നമ്മുടെ മനസ്സിനെ പ്രത്യാശയിൽ ഉറപ്പിച്ചു നിർത്താൻ കഴിയാതെ പോവുകയും ചെയ്യും. അതുകൊണ്ട് കൂടപ്പിറപ്പുകളെ, ദൈവിക പരിജ്ഞാനത്തിന് കീഴ്പ്പെടുന്ന ചിന്തകളാൽ നമ്മുടെ മനസ്സിനെ നിറയ്ക്കുവാൻ നമുക്കിടയാകട്ടെ. മനസ്സിൻ്റെ നിയന്ത്രണം ശത്രുവിന് കൊടുക്കാതിരിക്കുക. നമ്മുടെ മനസ്സ് ഉറപ്പിച്ചു നിർത്തുവാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നമുക്ക് ലഭിക്കുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശയുള്ളവരായി, വിജയ ജീവിതം നയിക്കുവാൻ ജാഗ്രതയുള്ളവരായി, കർത്താവ് കൈപിടിച്ച് നടത്തുന്ന വഴിയിൽ കൂടി തന്നെ കാൽച്ചുവടുകൾ വെച്ച് മുന്നോട്ട് നമ്മുടെ ഓട്ടം ഓടി തികയ്ക്കാം. കർത്താവ് അതിന് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേട്ട് ബലപ്പെടാൻ ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്നു ഈ നല്ല ദിവസത്തിനായി, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ വചനം കേട്ട് പ്രാർത്ഥിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവിൻ്റെ കൃപ പകരണമേ. അവരുടെ മനസ്സുറപ്പിച്ച് ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുന്നവരായി ഒരു വിജയ ജീവിതം നയിക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പകൽ സഹായിക്കണം. ദൈവകൃപ കൊണ്ട് നിറയ്ക്കണം. ആത്മാവിൻ്റെ ബലം കൈവരിക്കുവാൻ എല്ലാവരെയും സഹായിക്കണമേ. ഇന്നിൻ്റെ മറുപടികളും വിടുതലുകളും കർത്താവെ കൽപ്പിച്ചു തരണം. മഹത്വം അങ്ങയ്ക്ക് മാത്രം അർപ്പിക്കുന്ന കർത്താവെ, സകലത ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരി വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മൾ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. ഹൃദയം അർപ്പിച്ചിടുന്നു.
Oh